നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലസ്ഥാന നഗരത്തിലൂടെ പോലീസിന്റെ വമ്പൻ ചേസിംഗ് ആയിരുന്നു. മാധ്യമപ്പടയെ മുഴുവൻ വെട്ടിച്ചുകൊണ്ട് രാഹുൽ ഈശ്വറുമായി ചീറിപ്പാഞ്ഞു പോലീസ് ജീപ്പുകൾ. നഗരത്തിൽ പലയിടത്തായി ബ്ലോക്കുകൾ ഉണ്ടായിട്ടും എവിടെയും ഒരു സമയം പോലും നിർത്താതെ ഹോൺ അടിച്ചുകൊണ്ട് മറ്റു വാഹനങ്ങളെ എല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ടായിരുന്നു പോലീസ് ഇങ്ങനെ ചീറിപ്പാഞ്ഞത്. മാധ്യമപ്പട പിന്നാലെ വെച്ചു പിടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പലയിടത്തും വെച്ച് പല മാധ്യമ വാഹനങ്ങളും ബ്ലോക്കിൽപ്പെട്ടു. മീഡിയ വണ്ണിനും ജനത്തിനുമൊക്കെ പോലീസിന്റെ പിന്നാലെ അതേ സ്പീഡിൽ ഇരച്ചു പോകാൻ കഴിഞ്ഞില്ല. പല ബ്ലോക്കുകളിലായി ഈ മാധ്യമപ്പടയുടെ വാഹനങ്ങളൊക്കെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഏതാണ്ട് അന്താരാഷ്ട്ര കുറ്റവാളിയെ കൊണ്ടുപോകുന്നത് പോലെയായിരുന്നു രാഹുൽ ഈശ്വറിനെ കൊണ്ടുപോകുന്നത്. ആ ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ടായിരുന്നു നഗര മധ്യത്തിലൂടെ പോലീസ് ഇങ്ങനെ ചീറിപ്പാഞ്ഞത്. ഒന്ന് ഓർത്തു നോക്കണം, ഇതിനു മുൻപ് നിരവധി ലൈംഗിക ആരോപണ പീഡന കേസുകളൊക്കെ ഇവിടെ വന്നപ്പോൾ പോലും കാണിക്കാത്ത ഒരു ശുഷ്കാന്തിയാണ് ഈ കാര്യത്തിൽ മാത്രം ഇപ്പോൾ പോലീസും സർക്കാരും കാണിക്കുന്നത്. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. മാധ്യമങ്ങളും വിടുന്നില്ല, തൊട്ടു പിന്നാലെ തന്നെ പായുകയായിരുന്നു. ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണോ രാഹുൽ ഈശ്വറാണോ കേസിലെ പ്രതിയെന്ന് നമുക്കൊന്ന് സംശയം തോന്നിപ്പോകും. രാഹുൽ ഈശ്വർ വലിയ മണ്ടത്തരമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാനലിലൂടെ വിളിച്ചു കൂവിയത്. അതായത് ആ പെൺകുട്ടിയെ അവരുടെ ഐഡന്റിറ്റിയെ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ളതായി പോയി, അത് പറയാതെ പറയുന്ന രീതിയിലായി പോയി രാഹുൽ ഈശ്വറിന്റെ ചാനലിലെ പരാമർശങ്ങളും സ്വന്തം യൂട്യൂബ് ചാനലിലൊക്കെ രാഹുൽ ചെയ്ത വീഡിയോകളും. അതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ പോലീസ് പൊക്കിയെടുത്തുകൊണ്ട് പോയത്. അതൊരു വശം, അത് നിയമവശമാണ്. കാരണം രാഹുലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് നിയമലംഘനമാണ്. അതുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ കാണേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. ഇവിടെ രാഹുൽ ഈശ്വറിനെ വലിയൊരു ഓളം ഉണ്ടാക്കി എന്തിന് പോലീസ് പിടിച്ചുകൊണ്ടു പോകണം? രാഹുലിന്റെ വീട്ടിൽ കയറുന്നു, ഫോണുകളും ലാപ്ടോപ്പുകളും എല്ലാം പിടിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ രാഹുൽ മാധ്യമങ്ങളോട് സംസാരിക്കാതിരിക്കാൻ പരമാവധി പോലീസ് ഇങ്ങനെ വളഞ്ഞു പിടിക്കുകയായിരുന്നു രാഹുൽ ഈശ്വറിനെ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുൽ ഈശ്വർ ഒന്നും പ്രതികരിക്കരുത്, ആ ഒരു രീതിയിലൊക്കെയുള്ള നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഏതോ ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയെയോ തീവ്രവാദിയെയോ ഒക്കെ കൊണ്ടുപോകുന്ന ആ ഒരു പ്രതീതിയിലാണ് രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ പിടിച്ചുകൊണ്ടുപോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെയോ കിട്ടിയില്ല, രാഹുൽ ഈശ്വറിനെ വെച്ച് പരമാവധി ഒരു ഓളം ഉണ്ടാക്കാമെന്നായിരിക്കും പോലീസ് കരുതുന്നത്. ഇത് മറ്റൊന്നും കൊണ്ടല്ല. ഇന്നിപ്പോൾ രാഹുൽ ഈശ്വറിനെ ഈ ഒരു രീതിയിൽ പോലീസ് കൊണ്ടുപോകുന്നതിന് മറ്റൊരു കാരണമുണ്ട്. മാധ്യമങ്ങളിൽ രാഹുൽ ഈശ്വർ നിറഞ്ഞു നിൽക്കണം, രാഹുൽ മാങ്കൂട്ടത്തിലും നിറഞ്ഞു നിൽക്കണം. കാരണം ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ED ഒരു നോട്ടീസ് അയച്ചിരുന്നു. അതായത് കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. അത് പക്ഷേ വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ ഒന്നും നിറയുന്നില്ല. അതായത് SNC ലാവ്ലിൻ കമ്പനിയൊക്കെ ചേർന്ന് കിഫ്ബി ബോണ്ട് ഇറക്കിയതിലൂടെ വലിയ തട്ടിപ്പ് നടത്തി എന്നുള്ള ഒരു ആരോപണമാണ്. മാത്രമല്ല ഫെമ നിയമ ലംഘനം ED കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്നാണ് ഇപ്പോൾ ED സമൻസ് അയച്ചിരിക്കുന്നത്. ആ വാർത്ത പരമാവധി അങ്ങ് ചാനലുകളിൽ നിന്ന് മുങ്ങിപ്പോകണം. തന്നെയല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിരോധത്തിലേക്ക് ഇപ്പോൾ സർക്കാർ വീണിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ദേവസ്വം ബോർഡിനെയും അതുപോലെ തന്നെ CPM-നെയും കുടുക്കുന്ന മൊഴിയാണ് കഴിഞ്ഞ ദിവസം പത്മകുമാർ പറഞ്ഞത്. അതായത് കൂട്ടായ തീരുമാനമാണ് ശബരിമലയിൽ നടപ്പാക്കിയത്, അതായത് സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടുപോയതിൽ. അതിൽ ഞാൻ മാത്രമല്ല കുറ്റക്കാരൻ, ഇതിൽ കൂട്ടുത്തരവാദിത്തമുണ്ട്, ഇതിൽ എല്ലാവർക്കും പങ്കുണ്ട് എന്നുള്ള ഒരു നിർണായക മൊഴി കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പത്മകുമാർ പറഞ്ഞിരുന്നു. ആ ശബരിമല വിഷയവും വീണ്ടും മുങ്ങിപ്പോകണം. അതിന് പരമാവധി മറ്റൊരു വിഷയം ഏറ്റെടുത്തേ സർക്കാരിനും CPM-നും മതിയാകൂ. അതുകൊണ്ട് തന്നെയാണ് തിടുക്കപ്പെട്ട് രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യാനായിരുന്നുവെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ അറസ്റ്റ് ചെയ്യണമായിരുന്നു. കാരണം നിരന്തരം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചുകൊണ്ടുള്ള വീഡിയോകൾ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ. എന്നാൽ തിടുക്കപ്പെട്ട് ഇന്ന് തന്നെ ഒരു നിർണായക നീക്കം നടത്തി. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുന്നതെങ്കിലും തിടുക്കപ്പെട്ടുള്ള ചില നടപടികളിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. രാഹുൽ ഈശ്വറിനെ സൈബർ സെൽ ഓഫീസിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ ആ സൈബർ സെൽ ഓഫീസിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലും ജനങ്ങളെ പാനിക്കാക്കിക്കൊണ്ട്, അതായത് റോഡിലൂടെ വലിയ സൈറൺ മുഴക്കിക്കൊണ്ട് പോലീസ് പോകുന്നു. തൊട്ടടുത്തായിട്ടൊക്കെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അവരെ എല്ലാവരെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് എല്ലാവരും വേണമെങ്കിൽ മാറി തന്നോ എന്നുള്ള രീതിയിലായിരുന്നു പോലീസിന്റെ പോക്കൊക്കെ. ഈ ഒരു രീതി കാണുമ്പോൾ അല്പത്തരമെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. രാഹുൽ ഈശ്വർ ഒരു വലിയ ഇരയാണോ ഇങ്ങനെ കേരള പോലീസിനെ പിടിച്ചുകൊണ്ട് പോകുന്നതിന് മാത്രം? അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുക, ചോദ്യം ചെയ്യുക, ചോദ്യം ചെയ്യലിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുക. എന്നാൽ അതെല്ലാം മാറ്റിവെച്ചിട്ട്
രാഹുൽ ഈശ്വറിനെ കിട്ടിയത് എന്തോ വലിയ കാര്യം എന്ന മട്ടിലാണ് പോലീസ് ഇപ്പോൾ ഈ നടപടികളുമായി മുൻപോട്ട് പോകുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മറ്റു വഴികളൊന്നും പോലീസിന് മുൻപിൽ ഇപ്പോഴില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉടനെ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് സർക്കാർ തന്നെ ഉത്തരവിട്ടിട്ടുമുണ്ട്. അപ്പോൾ ആ ഉത്തരവ് ലംഘിച്ച് പോലീസിന് നടപടിയെടുക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശബരിമലയും മറ്റ് വിവാദങ്ങളും ഒന്നും പൊങ്ങി വരരുത്, അതുകൊണ്ട് പരമാവധി മറ്റ് കേസുകളിൽ തന്നെ പിടിമുറുക്കുക, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം തന്നെ ഇട്ട് കത്തിച്ചോളൂ എന്ന് പോലീസിന് മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. എന്തായാലും രാഹുൽ ഈശ്വറിന് വീണ്ടും മൈലേജ് കൂട്ടിക്കൊടുക്കുകയാണ് ഈ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഈശ്വറിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. എന്നാൽ അയാളുടെ ചില തെറ്റായ പ്രവണതകളുണ്ട്. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുകയും പരമാവധി അപമാനിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് രാഹുൽ ഈശ്വർ ചില വീഡിയോകളൊക്കെ ഈ കഴിഞ്ഞിടെയൊക്കെ ചെയ്തത്. കാരണം ഈ കേസിൽ ഇതിന്റെ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, രാഹുൽ ഈശ്വർ പറഞ്ഞ പല പ്രസ്താവനകളെയും പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാഹുൽ ഈശ്വർ വെറുതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്നുള്ളത് നമുക്ക് ഏകദേശം ബോധ്യപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് ഇപ്പോഴും ഈ ഘട്ടത്തിലും രാഹുൽ ഈശ്വർ ചെയ്യുന്നത്. അതെന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ ഈശ്വർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തോട്ടെ എന്ന്. അങ്ങനെ ഇപ്പോൾ എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പോലീസിന്റെ ഈ ഒരു അറസ്റ്റ് നീക്കം അത് രാഹുൽ ഈശ്വറിന് കൂടുതൽ മൈലേജ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇനിയും സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് രാഹുലിന്റെ യൂട്യൂബ് ചാനലിൽ വലിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകാനുള്ള ഒരു വഴിവെച്ച് കൊടുത്തിരിക്കുകയാണ് പോലീസായിട്ട്. ഇത് മാത്രമല്ല, രാഹുൽ ഈശ്വറിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അവരും പോലീസിന്റെ നടപടിയെ എതിർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ രാഹുൽ ഈശ്വറിനെ ആശുപത്രിയിലേക്കാണോ കൊണ്ടുപോകുന്നത്, അതോ ഈ പറയുന്ന പോലെ തന്നെ സൈബർ സെൽ ഓഫീസിലേക്കാണോ കൊണ്ടുപോകുന്നത് എന്നറിയാതെ നട്ടം തിരിയുകയായിരുന്നു നിരത്തിൽ മാധ്യമപ്പടയുടെ വാഹനങ്ങൾ. അതാണ് മുൻപ് ഞാൻ പറഞ്ഞത്, മാധ്യമത്തിന്റെ മീഡിയ വണ്ണിന്റെയും അതുപോലെ തന്നെ ജനൻ ടിവിയുടെയും ഒക്കെ വാഹനങ്ങൾക്ക് പോലീസിന്റെ ജീപ്പ് ഇടയ്ക്കൊന്ന് നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ കൃത്യമായി ഇപ്പോൾ സൈബർ സെൽ ഓഫീസിലേക്കാണ് കൊണ്ടുപോയതെന്ന് വ്യക്തമായതോടെ മാധ്യമപ്പട അവിടം വളഞ്ഞിട്ടുണ്ട്. രാഹുൽ ഈശ്വറിനെ തിടുക്കപ്പെട്ട് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പൊക്കെ നടത്തിയിരുന്നു. ലാപ്ടോപ്പ് അടക്കമുള്ള തെളിവുകൾക്കായാണ് രാഹുൽ ഈശ്വറിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. തുടർന്നാണ് ഇനി രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കുക. കഴിഞ്ഞ ദിവസം പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാൻ പൗടിക്കോണത്തെ വീട്ടിലെത്തിയപ്പോൾ ലാപ്ടോപ്പ് ഓഫീസിലാണെന്നായിരുന്നു രാഹുൽ പറഞ്ഞത്. രാഹുൽ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിലായിരുന്നു പോലീസ് എത്തിയതും അറസ്റ്റ് ചെയ്തതുമൊക്കെ. എങ്ങോട്ടാണ് തന്നെ കൊണ്ടുപോകുന്നതെന്നും 7 മണിക്കുള്ള ചർച്ചയ്ക്ക് മുൻപ് എത്താൻ സാധിക്കുമോ എന്നും രാഹുൽ ചോദിക്കുന്നതൊക്കെ ആ വീഡിയോയിൽ കാണാമായിരുന്നു. ഈ വീഡിയോയിൽ തന്നെ രാഹുൽ പറയുന്നുണ്ടായിരുന്നു, പോലീസ് എന്റെ ലാപ്ടോപ്പ് ചോദിച്ചു, ഞാൻ എന്നാൽ അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല, ലാപ്ടോപ്പ് എടുത്ത് മാറ്റി വെക്കട്ടെ, ഞാൻ തിരിച്ചെത്തിയില്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും, ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുകയാണ്, എന്നെ അറസ്റ്റ് ചെയ്യുമോ എന്ന് സംശയമുണ്ട്, നമുക്ക് കാണാം എന്നൊക്കെ ആയിരുന്നു ആ വീഡിയോയിലും അപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞുകൊണ്ടിരുന്നത്. പരമാവധി പോലീസിനെയും പ്രവോക്ക് ചെയ്യാനുള്ള ഒരു നീക്കമൊക്കെ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതും വ്യക്തമാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കള്ളക്കേസിലാണ് തന്നെ അറസ്റ്റ് ചെയ്തത് എന്ന് രാഹുൽ ഈശ്വർ ഇതിനിടയ്ക്ക് പോലീസിനെ ഒന്ന് വെട്ടിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല എന്ന് രാഹുൽ ഈശ്വർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. വീട്ടിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോഴായിരുന്നു രാഹുൽ ഈശ്വർ ഇക്കാര്യം മാധ്യമങ്ങളോട് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത്, ഞാൻ പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള ഒരു നിലപാടാണ് രാഹുൽ ഈശ്വർ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. രാഹുൽ ഈശ്വർ ഇത്തരത്തിലുള്ള ചില പ്രവൃത്തികൾ നടത്തുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിനൊരു തിരിച്ചടിയും ഉണ്ടാക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ ഈശ്വർ പറഞ്ഞ പല കാര്യങ്ങളും പൊളിച്ചടുക്കുന്നതായിരുന്നു രാഹുലിന്റെ തന്നെ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു മൈലേജ് രാഹുൽ ഈശ്വർ ഉണ്ടാക്കുന്നതും മറ്റൊരു തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ തിരിച്ചടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും മാധ്യമപ്പട അങ്ങനെ ഇപ്പോൾ ഞങ്ങളെ വളയണ്ട, ഞങ്ങൾ ചീറിപ്പാഞ്ഞു പോകും എന്നൊക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് പോലീസ് ഇരച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയും ഞങ്ങൾ ജീപ്പ് നിർത്തില്ല, ലക്ഷ്യസ്ഥാനം എവിടെയാണോ അവിടെ മാത്രമേ നിർത്തുകയുള്ളൂ എന്നുള്ള ഒരു വാശി. ഇതിനിടയ്ക്ക് മറ്റ് വാഹനങ്ങൾ റോഡിൽ പോകുന്നുണ്ടെങ്കിൽ അവർ വഴി മാറി കൊടുക്കുക, ഞങ്ങൾ എവിടെയും നിർത്തില്ല എന്നുള്ള ഒരു കട്ടായ നിലപാടിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ്. എല്ലാ കേസിലും പോലീസ് ഈ ഒരു നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിലെന്നാണ് കേരളം ആഗ്രഹിച്ചു പോകുന്നത്. കാരണം എല്ലാ പീഡന കേസുകളിലും ഇതിനു മുൻപ് എത്രയോ പീഡന കേസുകൾ കേരളം ഞെട്ടിയ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അപ്പോഴൊക്കെയും
പോലീസിന്റെ മെല്ലെപ്പോക്ക് നയത്തിനെതിരെ കോടതി പോലും പൊട്ടിത്തെറിച്ച എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ മാത്രം പോലീസ് അങ്ങ് ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.